പറ്റുന്ന ഒരു ചെറിയൊരു സബ്ജക്റ്റ് ഉണ്ട്, ഒരു കുഞ്ഞു സാധനം, ഒരു ഷോർട്ട് ഫിലിമിനുള്ള കണ്ടൻറ്റേ ഉള്ളൂ അതിൽ. പുള്ളിക്കാരൻ ഈ കഥ തമിഴ്നാട്ടിലുള്ള എല്ലാ നടന്മാരോടും നടന്ന് പറഞ്ഞിട്ടും ഒരാൾ പോലും ഈ കഥ വെച്ച് സിനിമ ചെയ്യാനോ ഷോർട്ട് ഫിലിം ചെയ്യാനോ ഒന്നും റെഡി ആയിട്ടുണ്ടാവില്ല. എല്ലാവരും എന്നെ സാർ ഇന്ന മാതിരി കഥയെല്ലാം വന്ന് എങ്കിൽ കിട്ട സെൽറേ ഇതെല്ലാം നാങ്ക പണ്ണ മാട്ടോ എന്ന് പറഞ്ഞിട്ട് ഓടിച്ചു വിട്ടുണ്ടാവും. ഇങ്ങനെ ഗൗതം മേനോൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഈ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഗൗതം മേനോൻ നമ്മുടെ മമ്മൂക്കയുടെ കാതൽ സിനിമ കാണാനിടയായി. അപ്പോൾ കാതൽ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഗൗതം മേനോന് ഭയങ്കര കോൺഫിഡൻസ് ആയി. ആഹാ, മമ്മൂക്ക ഇതുപോലത്തെ വെറൈറ്റി സിനിമകളൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണോ, മമ്മൂക്ക ഇങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്യുമോ എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ നേരെ വെച്ച് പിടിച്ചു മമ്മൂട്ടിയുടെ അടുത്തേക്ക്. എന്നിട്ട് മമ്മൂക്കയോട് കഥയൊക്കെ പറഞ്ഞ് ഒക്കെ സെറ്റ് ചെയ്ത് മമ്മൂക്ക ഇതിലൊന്ന് അഭിനയിക്കുമെന്ന് ചോദിച്ചപ്പോൾ മമ്മൂക്ക പറഞ്ഞു, എന്തിനാ അഭിനയം മാത്രമാക്കുന്ന, ഈ സിനിമ ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് കളയാം. ഇപ്പോൾ എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ചെറിയൊരു സബ്ജക്റ്റ് ആണെങ്കിലും അങ്ങനത്തെ സിനിമകൾ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ മെയിൻ എയിം. അതുകൊണ്ട് ഇനി വേറെ ആരെയും നോക്കണ്ട, ഞാൻ തന്നെ അഭിനയിക്കാൻ, ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മമ്മൂക്ക ഏറ്റെടുത്തൊരു സാധനമായിരിക്കും. ഒരു ഷോർട്ട് ഫിലിം ആക്കാനുള്ള കണ്ടൻറ്റ് ഈ സിനിമയ്ക്കകത്തുള്ളൂ. പക്ഷേ അതൊരു വലിയ സിനിമയാകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് നല്ലോണം വലിച്ചു നീട്ടണം. അപ്പോൾ ആ വലിച്ചു നീട്ടിയത് സിനിമ കാണുന്ന